മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് വിശാൽ. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ വരെ വിശാലിന് ആരാധകരുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ നല്ലൊരു വിജയം നടന്റെ കരിയറിൽ സംഭവിച്ചിട്ടില്ല. സഹതാരങ്ങളും സുഹൃത്തുക്കളുമായ ധനുഷും സിംബുവും ആര്യയും എല്ലാം ഉയരങ്ങൾ കീഴടക്കുമ്പോൾ വിശാലിന്റെ സിനിമാ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല ഒരു കാലത്ത് ഫിറ്റ്നസ് കൊണ്ട് അതിശയിപ്പിച്ചിരുന്ന താരം കൂടിയായിരുന്നു നടൻ. എന്നാൽ ശാരീരിക ആരോഗ്യത്തിലും അടുത്തിടെയായി നടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ പൊതുവേദിയിൽ പ്രസംഗിച്ച് മടങ്ങവേ താരം തലചുറ്റി വീണുവെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആകെ ഒരു സംസാര വിഷയമായി മാറിയിരിക്കുന്നത്. വിശാൽ ഇപ്പോൾ തുപ്പരിവാളൻ 2 ഒരുക്കുന്ന തിരക്കിലാണ്. പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളാണെങ്കിലും ക്ഷണം ലഭിച്ച ചടങ്ങുകളിലൊക്കെ നടൻ പങ്കെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ചിത്രേ ഉത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ കുറ്റാണ്ടവ ക്ഷേത്രത്തിൽ താരം എത്തിയത്. എല്ലാ വർഷവും ഇവിടെ ചിത്രേ ഉത്സവം ഗംഭീരമായ വിശ്വാസികൾ ആഘോഷിക്കാറുണ്ട്. വില്ലുപുരം ജില്ലയിലാണ് കൂവാകം കൂത്താണ്ടവർ ക്ഷേത്രം. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചിത്രേ ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ട്രാൻസ്ജെൻഡറുകൾക്കായി സൗന്ദര്യ മത്സരം നടത്താറുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകളും ഈ ഒരു സൗന്ദര്യ മത്സരത്തിൽ എത്താറുണ്ട്. ഇത്തവണ സൗന്ദര്യ മത്സരം കാണാനും വിലയിരുത്താനും എത്തിയ സ്പെഷ്യൽ ഗസ്റ്റ് ഒരാൾ വിശാലായിരുന്നു. ഷോയിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ആശംസകൾ അറിയിച്ച് വേദിയിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ നടൻ പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നു. ഉടൻ സമീപത്തുണ്ടായിരുന്നവർ താരത്തെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. മുൻ DMK മന്ത്രി പൊന്മുടിയുടെ വാഹനത്തിലാണ് വിശാലിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രീയപരമായി 2 ഭാഗങ്ങളിൽ നിൽക്കുന്നവരാണ് വിശാലും പൊന്മുടിയും. വിശാലിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ബോധക്ഷയത്തിന് പിന്നിലെ കാരണമൊന്നും വ്യക്തമല്ല. ചൂടിന്റെ ആഘാതവും മതിയായ വായു സഞ്ചാരത്തിന്റെ അഭാവവും കാരണമാകാം വിശാൽ ബോധരഹിതനായി വീണതെന്നാണ് നിഗമനം. ആദ്യമായല്ല അവശ്യനിലയിൽ പൊതുവേദിയിൽ നടനെ പ്രേക്ഷകർ കാണുന്നത്. ആദ്യമായി താരം അവശ്യനിലയിൽ പ്രത്യക്ഷപ്പെട്ടത് മദഗത രാജയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഓഡിയോ ലോഞ്ച് ചടങ്ങിലാണ്. വിശാലിന്റെ വീഡിയോ കണ്ട് ഞെട്ടാത്തവർ ആരും തന്നെ ഇല്ലായിരുന്നു. തമിഴ് ജനത മാത്രമല്ല മലയാളികൾക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു ആ ഒരു വീഡിയോ. വളരെ അവശനായ വിശാലിനെയായിരുന്നു ആരാധകർ കണ്ടത്. ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത്. മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൈ വിറയ്ക്കുകയും നാക്കു കുഴയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുഖത്ത് നീരും വെച്ചിരുന്നു. കാഴ്ചക്കാരെ വലിയ പവറുള്ള കണ്ണടയും താരം ഉപയോഗിച്ചിരുന്നു. അന്നത്തെ വീഡിയോ വൈറലായപ്പോൾ തീവ്രമായ പനി ഉണ്ടായിരുന്നതിനാലാണ് തനിക്ക് വിറയലുണ്ടായതെന്നായിരുന്നു വിശാലിന്റെ വിശദീകരണം. എന്നാൽ പലരും താൻ മാരകമായ അസുഖത്തിന് ചികിത്സയിലാണെന്ന് പറഞ്ഞ് പരത്തിയെന്നും നടൻ ആരോപിച്ചിരുന്നു. വേദിയിൽ ബോധരഹിതനായി വീണുവെന്ന വാർത്ത പുറത്തു വന്നതോടെ അന്ന് ശരീരം വിറച്ചത് പനി കൊണ്ടാണെന്ന് നടൻ പറഞ്ഞത് നുണയാണ് എന്നുള്ള സംശയമാണ് ആരാധകരടക്കം ഉന്നയിക്കുന്നത്. പിന്നാലെ സിനിമാ നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ ചെയ്യാറു ബാലുവിന്റെ വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു. പനിക്കും അപ്പുറം മറ്റെന്തു വലിയൊരു അസുഖം നടനുണ്ടെന്നാണ് ചെയ്യാറു ബാലു തന്റെ വീഡിയോയിലൂടെ പറയുന്നത്. മദഗത രാജയുടെ പ്രൊമോഷൻ വേളയിലെ സംഭവത്തിന് പിന്നാലെയാണ് ചെയ്യാറു ബാലു വീഡിയോ പങ്കുവച്ചത്. വീണ്ടും വിശാലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ചെയ്യാറു ബാലുവിന്റെ വീഡിയോ ചർച്ചയായി മാറുന്നത്. തമിഴ് സിനിമയിൽ ഏറ്റവും മാലിന്യക്കുള്ള ഒരു നടനായിരുന്നു വിശാൽ. അവൻ ഈവൻ സിനിമയിൽ അഭിനയിച്ച ശേഷം ചെറിയ രീതിയിൽ ഫീമെയിൽ ടച്ച് നടന്റെ പെരുമാറ്റത്തിൽ വന്നിരുന്നു. വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായതിനു ശേഷം ബോഡി ഫിറ്റായിരിക്കാൻ പരിധി വിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചതാകാൻ കാരണമെന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. മുൻപ് ഒരിക്കൽ വിശാലിനെ കണ്ടപ്പോൾ സംസാരിക്കുന്നതിനിടെ സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് തന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് താൻ അത് പുറത്തു പറഞ്ഞിരുന്നില്ല. കടങ്ങൾ, പ്രണയ പരാജയം, സുഹൃത്തുക്കളുടെ ചതി, സിനിമകളുടെ പരാജയം ഇതൊക്കെ അലട്ടുന്നുണ്ടാകും. നടനാണെങ്കിലും മനുഷ്യനല്ലേ. പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിക്കുന്ന ആളാണ് വിശാൽ. വിശാലിനെ ഈ അവസരത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഷോക്കായി. പനിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഉയർന്ന പനിയുള്ള ഒരാൾക്ക് ഇത്തരം ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരാൻ കഴിയില്ല. മാത്രമല്ല പനിയുള്ളവരെ ഇത്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഡോക്ടർ അനുവദിക്കില്ല. ഇതൊക്കെ വെറുതെ ഒരു കാരണം പോലെ പറയുന്നതാണ്. മറ്റെന്തോ പ്രശ്നമുണ്ട്. ഹൈ പവർ കണ്ണട ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴും സങ്കടം തോന്നി. അവൻ ഇവൻ സിനിമയിൽ കോങ്കണ്ണുള്ള കഥാപാത്രമായി വിശാൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഡബിങ്ങിന് വന്നപ്പോൾ തനിക്ക് വിശാലിന് കോങ്കണ്ണ് വരുമായിരുന്നു. ഭാര്യയും കുഞ്ഞും ഒക്കെ ഒരു കുടുംബം ഉണ്ടായിരുന്നുവെങ്കിൽ വിശാലിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ചെയ്യാറു ബാലു പറഞ്ഞത്. വിശാലിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടാനില്ലെന്ന് താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. വർഷങ്ങളായി മൈഗ്രെയിൻ മൂലം കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വിശാൽ. കഴിഞ്ഞ 4-5 മാസമായി ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു. ഇതിനിടെ കണ്ണിനും ചെറിയൊരു പ്രശ്നം സംഭവിച്ചിരുന്നു. വീരമായി വാഗേ സൂടും സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെ കണ്ണിന് പരിക്കേൽക്കുന്നത്. അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ഇതുപോലെ ശരീരത്തിന് നിരവധി തവണ അപകടം സംഭവിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത പനിബാധിതനായിരുന്നു. ഇതിനിടയിലാണ് സിനിമാ പ്രമോഷന് വേണ്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പൊതുവേദിയിലെത്തിയതെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചത്. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസിനെത്തിയ വിശാൽ ചിത്രമായിരുന്നു മദഗജരാജ. 2013 പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് മദഗജരാജ. സുന്ദർ സിയുടെ സംവിധാനത്തിലായിരുന്നു ചിത്രം ഒരുങ്ങിയത്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിലറും ഗാനവും ഒക്കെ പുറത്തുവിട്ടിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസൊക്കെ നീട്ടിവെച്ചിരിക്കുകയായിരുന്നു. അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറുമാണ് നായികമാർ. സോനു സൂദാണ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും ക്രഷായിരുന്നു വിശാൽ. സണ്ടക്കോഴിയുടെ റിലീസിനു ശേഷമാണ് നടന് കേരളത്തിൽ അടക്കം നിരവധി ആരാധകരെ ലഭിച്ചിരുന്നത്. 47കാരനായ താരം വിവാഹിതനല്ല. വിശാലിന്റെ പ്രണയവും ബ്രേക്കപ്പും എല്ലാം ഗോസിപ്പ് കോളങ്ങളിലെ ചർച്ചാ വിഷയമാണ്. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറെ പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ചെല്ലമ്മേ സിനിമയുടെ നായകനായി, പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ മുൻനിര നായകനായി, പിന്നീട് നിർമ്മാതാവായി. ഇപ്പോൾ തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തും എത്തി നിൽക്കുകയാണ്. നിർമ്മാതാവ് GK റെഡ്ഡിയുടെ ഇളയ മകനാണ് വിശാൽ കൃഷ്ണ റെഡ്ഡി എന്ന വിശാൽ. നടൻ വിശാലിന്റെ ആരോഗ്യ വിഷയത്തിൽ പ്രതികരിച്ച് ജയം രവിയും കൊറിയോഗ്രാഫർ കലാമാസ്റ്ററും രംഗത്തെത്തിയതും ചർച്ചയായിരുന്നു. കടുത്ത പനിയെ അവഗണിച്ചാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നും അദ്ദേഹത്തെ ആ രൂപത്തിൽ കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ കരഞ്ഞുപോയെന്നും കലാമാസ്റ്റർ പറഞ്ഞു. സിംഹത്തെ പോലെ കരുത്തനായി വിശാൽ വേഗം മടങ്ങി വരുമെന്നായിരുന്നു ജയം രവിയുടെ പ്രതികരണം. കലാമാസ്റ്ററുടെ ചാറ്റ് ഷോയിലാണ് ഇരുവരും സുഹൃത്തും സഹപ്രവർത്തകനുമായ വിശാലിന്റെ ആരോഗ്യ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. വിശാലിനെ പോലെ ഒരു ധൈര്യശാലി വേറെയില്ല. ജീവിതത്തിലെ മോശം കാലഘട്ടമെന്നോ സമയമെന്നോ ഒക്കെ പറയാവുന്ന സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ധൈര്യം തീർച്ചയായും അദ്ദേഹത്തെ രക്ഷിക്കും. വളരെ വേഗം അദ്ദേഹം തിരിച്ചു വരും. ഉറപ്പായും ഒരു സിംഹത്തെ പോലെ കരുത്തനായി തിരിച്ചു വരുമെന്നാണ് ജയൻ രവി പ്രതികരിച്ചത്. അതേസമയം തമിഴ് സിനിമയുടെ താരങ്ങളുടെ കൂട്ടായ്മയായ നടിഗേഴ്സ് സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് വിശാൽ. മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നത് വാർത്തയായിരുന്നു. ചില നടിമാർക്ക് സുരക്ഷാ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ അവർക്ക് ബൗൺസർമാരെ വെക്കേണ്ട അവസ്ഥയാണ്. 20% നടിമാർക്ക് മാത്രമേ തമിഴ് സിനിമയിൽ നേരിട്ട് അവസരം ലഭിക്കുന്നുള്ളൂ. എന്നാൽ 80% നടിമാരും ചതുക്കുടിയിൽ പെടുന്നുണ്ട്. ഇത് പരിശോധിക്കണം. മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയതുപോലെ തമിഴിലും അന്വേഷണം വേണം. അതിന്റെ നടപടികൾ ഉടൻ തന്നെ നടികൾ സംഘം ആലോചിക്കും. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല നടികൾ സംഘം, അത് തമിഴ് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയാണ്. പരാതിയുള്ള സ്ത്രീകൾ നടികർ സംഘത്തിനെ സമീപിച്ചാൽ നടികർ സംഘം ശക്തമായ നടപടിയെടുക്കും. അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് ചോദിക്കുന്ന നിമിഷം തന്നെ ഇത്തരക്കാരെ ചെരുപ്പൂരി അടിക്കണം. സ്ത്രീകൾ ഇത്തരത്തിൽ മറുപടി കൊടുത്താലേ ഇക്കൂട്ടരെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. തമിഴ് സിനിമയിലെ സ്ത്രീകൾ അവർ നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരണമെന്നുമായിരുന്നു വിശാൽ പറഞ്ഞിരുന്നത്.